മാനേജറിയൽ എക്കണോമിക്സിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എക്സെപ്ഷൻ ടു ദി ലോ ഓഫ് ഡിമാൻഡ്, ഇമ്പോർട്ടൻസ് ഓഫ് ദി ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്നീ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഫസ്റ്റ് നമ്മൾക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത് പഠിക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇൻ റെസ്പോൺസ് ടു ദി ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്തുകൊണ്ട്? പ്രൈസ് ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ട്, കമ്മോഡിറ്റിയുടെ വിലയിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ടോട്ടൽ ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ചിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇൻ റെസ്പോൺസ് ടു ദി ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് കൊണ്ട് നമ്മുടെ കമ്മോഡിറ്റി ഡിമാൻഡ് എത്രത്തോളം വർദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കുറയുന്നുണ്ട് എന്നുള്ളതിൻ്റെ റേറ്റാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെഫിനിഷൻ നോക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് മെഷർ ഓഫ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ പ്രൈസ് കൊണ്ട് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്? അതിൽ ഫസ്റ്റ് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് നോക്കാം. ഇറ്റ് മെഷർ ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് കമ്മോഡിറ്റി ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതിന് നോക്കുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള ഫോർമുല ED = പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അതായത് ഒറിജിനൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഇപ്പോൾ നിലവിലുള്ള എത്രയാണ് ചേഞ്ച് ചെയ്തത്, അതായത് പ്രൈസ് ചേഞ്ച് മൂലം ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് ചെയ്തു, അത് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ. അതായത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇനി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എങ്ങനെ കാണാം? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഞാൻ പറഞ്ഞു, ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി. എത്ര ക്വാണ്ടിറ്റി എത്ര ശതമാനമാണ് അല്ലെങ്കിൽ എത്ര എണ്ണമാണ് ചേഞ്ച് ചെയ്തത്, അത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണ് എന്നുള്ളതാണ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ. ഇനി നമ്മൾക്ക് എന്ത് കാണണം? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് കിട്ടും. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മെഷർ ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാവുന്ന മാറ്റം കൊണ്ട് ഡിമാൻഡിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഇൻക്രീസ്, ഒരു സ്മോൾ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ബിഗ് ചേഞ്ച് പ്രൈസിലുണ്ടാവുന്നത് കൊണ്ട് ഡിമാൻഡിൽ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് കാണാനുള്ള ഇക്വേഷൻ elasticity of demand is equal to proportionate change in quantity demand divided by proportionate change in price. Next, degrees of elasticity of demand, അതായത് types of price elasticity. നമ്മൾ elasticity of ഡിമാൻഡിൻ്റെ ഒരു ടൈപ്പാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. When a small change in price leads to a great change in demand, it is known as perfectly elastic demand. അതായത് നമ്മുടെ കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാവുന്ന ചെറിയ ചേഞ്ച് അതെന്ത് ചെയ്യും? ഡിമാൻഡ് കൂടുതലായിട്ട്, ഗ്രേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കുക, അതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത്
കമോഡിറ്റിയുടെ പ്രൈസിൽ ചെറിയ മാറ്റം കൊണ്ട് ഡിമാൻഡിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് നോക്കാം. വെൻ എ ഡിമാൻഡ് of a commodity does not change, when a demand of a commodity does not change, whatever be the change in price, it is called a perfectly inelastic demand. കമോഡിറ്റിയുടെ പ്രൈസിൽ എത്ര തന്നെ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാലും കമോഡിറ്റിയിലെ ഡിമാൻഡിൽ ഒരു ചേഞ്ചും സംഭവിക്കാതിരിക്കുമ്പോഴാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാൻ സാധിക്കുക. അതായത് നമ്മുടെ കമോഡിറ്റിയുടെ പ്രൈസിൽ ഏത് വിധേനയുള്ള ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാലും അതേ കമോഡിറ്റിയുടെ ഡിമാൻഡിൽ യാതൊരു വിധ മാറ്റം ഉണ്ടാവാത്തതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻ ദിസ് എ ഗ്രേറ്റ് ചാൻസ് ഇൻ പ്രൈസ് ടു നോ ചേഞ്ച് ഇൻ ദ ഡിമാൻഡ്. അതായത് എത്ര തന്നെ പ്രൈസ് ചേഞ്ച് ചെയ്താലും ഡിമാൻഡിൽ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ദ ഇലാസ്റ്റിസിറ്റി ഈസ് സീറോ. അതായത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, സീറോയാണ് എന്നുള്ളതാണ്. ഓക്കെ. ദ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി, യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി എന്നും കൂടി പറയും. യൂണിറ്റ് ഇലാസ്റ്റിസിറ്റിയെ നമ്മളെന്ത് പറയും, യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി എന്നും കൂടി പറയും. വെൻ എ ഗിവൺ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് കോസസ് ഈക്വലി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അതായത് ഒരു ഗിവൺ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചിൽ അല്ലെങ്കിൽ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ് അതിനനുസൃതമായിട്ട് തന്നെ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഡിമാൻഡിലും മാറ്റമുണ്ടാവുന്നതിനെയാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് 50% മറ്റേ പ്രൈസിൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അതേ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡും അക്വറി ചെയ്യുക എന്നുള്ളതിനെയാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് നോക്കാം. വെൻ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻ എ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് പ്രൈസ് കാരണം അതിനേക്കാളും കൂടുതൽ ചേഞ്ച് ഡിമാൻഡിൽ വരുന്നതിനെയാണ് നമ്മളെന്തെന്നത് റിലേറ്റിവിറ്റി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി റിലേറ്റിവിറ്റി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വെൻ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് നമ്മളെന്താ റിലേറ്റിവിറ്റി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതൊക്കെയാണ് മെഷർമെൻറ്റ് എന്നുള്ളതാണ്. ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പ്രപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് പ്രപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. The elasticity of demand is measured by the ratio between the proportionate or percentage change in quantity demanded and proportionate or percentage change in price. The elasticity of demand is measured by the ratio between എത്രത്തോളം എന്തിൻ്റെ റേഷ്യോ കണക്കാക്കിയിട്ടാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡിൽ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് എത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രത്തോളം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൈസിൽ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്ത അതിൻ്റെ റേഷ്യോ ആണ് പ്രൊപ്പോർഷണൽ പെർസെൻറ്റേജ് മെത്തേഡിലൂടെ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ പറ്റും. ഇനി അതിനുള്ള ഇക്വേഷൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് എത്രയാണ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ്. ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല. ഇനി ഡി ക്യു ഇക്വൽ ടു ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഡി പി ഡിമാൻഡ് ഓഫ് പ്രൈസ് അല്ലേ. P1 ഡിവൈഡഡ് ബൈ P1 എന്ന് പറയുന്നത് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ പെർസെൻറ്റേജ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്
പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ്. എന്താണ് എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ് എന്ന് നോക്കാം. ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ മാർഷലാണ് ഈ മെത്തേഡ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ ഇലാസ്റ്റിസിറ്റി ഈസ് മെഷേർഡ് ബൈ ദ എസ്റ്റിമേറ്റിംഗ് ദ ചേഞ്ചസ് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന മാറ്റത്തെ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ പ്രൈസിലുണ്ടാവുന്ന മാറ്റം കൊണ്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന മാറ്റം കൊണ്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡും എന്ത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുന്നത്. ഇഫ് ദ മെത്തേഡ് ക്യാൻ ബി സമ്മറൈസ്ഡ് ഇൻ 3 പാർട്സ്. ഈ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മറൈസ് ചെയ്യാൻ പറ്റും 3 മെത്തേഡ് ഇതിലൂടെ. ഇഫ് പ്രൈസ് ചേഞ്ചസ് ബട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. പ്രൈസ് ചേഞ്ച് ചെയ്തു പക്ഷേ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തു, റിമെയിൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എക്സിസ്റ്റ് എന്നുള്ളത് പറയാൻ പറ്റും. ഇഫ് പ്രൈസ് ചേഞ്ചസ് ബട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക് എന്ന് പറയാൻ പറ്റും. ഇഫ് പ്രൈസ് ചേഞ്ചസ് ആൻഡ് ടോട്ടൽ റവന്യൂ മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്, നമ്മൾ ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, സെയിം ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ഡിമാൻഡ് ഈസ് ഇൻ ഇലാസ്റ്റിക് എന്ന് പറയാൻ പറ്റും. അതായത് ലെസ് ദാൻ 1 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇഫ് പ്രൈസ് ചേഞ്ചസ് അബൌട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി ജിയോമെട്രിക് പോയിൻ്റ് മെത്തേഡ് എന്താണ് നമ്മൾക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളത്. ജിയോമെട്രിക് പോയിൻ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. This is used as a measure of the change in quantity demanded in response to very small change in price. ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാവുന്ന ചേഞ്ച്, അതായത് പ്രൈസിലുണ്ടാവുന്ന ചെറിയ ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിലുണ്ടാവുന്ന ചേഞ്ചിനെയാണ് ജിയോമെട്രിക് പോയിൻ്റ് മെത്തേഡിലൂടെ. ദിസ് മെത്തേഡ് ഹെൽപ്സ് ടു ഇൻ മെഷറിങ് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് അറ്റ് എ സെർട്ടൈൻ പോയിൻറ്റ്. ഇത് എന്ത് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് അറ്റ് എ സെർട്ടൈൻ പോയിൻറ്റ്. സ്മോൾ ചേഞ്ചസ് ഇൻ പ്രൈസ് എത്രത്തോളം ഡിമാൻഡിൽ മാറ്റം വരുത്തി. അണ്ടർ ദിസ് മെത്തേഡ് വി ക്യാൻ മെഷർ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് എനി പോയിൻറ്റ് ഓൺ സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവ് ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. ഡിമാൻഡ് കർവിൽ, സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവിൽ ഏത് പോയിന്റിൽ വെച്ചാണെങ്കിലും നമുക്ക് എന്താ പറ്റും, ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇ ഡി ഈസ് ഈക്വൽ ടു ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ്. ഇത്രയാണ് ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു ഭാഗമായിരുന്നു ഇന്ന് നമ്മൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അതിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇത്രയും കാര്യങ്ങളായിരുന്നു ഒന്ന് പഠിച്ചത്. അതിനുശേഷം നമ്മൾ മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചു. അതിൽ പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ്, ജിയോമെട്രിക് പോയിൻ്റ് മെത്തേഡ്, ഇത്രയും ചെറിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.